അങ്ങനെ അമേരിക്ക പണി തുടങ്ങിയേക്കാണ്. ഇപ്രാവശ്യം പണി വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം ചൈനക്കിട്ട് തന്നെയാണ്. അവന്മാരുടെ ചൈനേൻ്റെ കുറേ ചാറ്റ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. അതായത് ലാസ്റ്റത്തെ ഇറങ്ങിയ ഡീപ് സീക്ക്, അതേപോലെ സെൻസ് ചാറ്റ്, എർണി ബോട്ട്, ഇങ്ങനെ കുറേയധികം ചാറ്റ് ബോട്ട് ഉണ്ടല്ലോ. ഈ ചാറ്റ് ബോട്ട് എല്ലാം അമേരിക്കയിൽ ബാൻ ചെയ്തേക്കുകയാണ്. പക്ഷേ കോമൺ ആയിട്ടുള്ള മനുഷ്യർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ അമേരിക്കൻ ഫെഡറൽ ഏജൻസീസ് ഉണ്ടല്ലോ, CIA, അതേപോലത്തെ വലിയ നല്ല ഏജൻസീസ് ഉണ്ടല്ലോ, പിന്നെ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു ചാറ്റ് ബോട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. ബാക്കി സാധാരണ മനുഷ്യർക്ക് അവരുടെ ഡെയിലി യൂസിന് ഈ ഒരു ചാറ്റ് ബോട്ടൊക്കെ വളരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ചൈനേൻ്റെ മാത്രം ചാറ്റ് ബോട്ട്സ് അല്ല ബാൻ ചെയ്തേക്കുന്നത്. ഇറാൻ ഉണ്ട്, അതേപോലെ തന്നെ നോർത്ത് കൊറിയ ഉണ്ട്, അതേപോലെ റഷ്യ ഉണ്ട്. ഈ ഒരു 4 രാജ്യങ്ങളുടെയാണ് കറൻ്റ് ബാൻ ചെയ്തേക്കുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഈ അമേരിക്കേൻ്റെ ഡാറ്റ, അതേപോലെ സെക്യൂരിറ്റി, ഇതിനകത്തൊന്നും ഇൻ്റർവെൻഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു പരിപാടി പിടിച്ചേക്കുന്നത്. പല മേഖലയിലും ഇപ്പം ഇങ്ങനെ മത്സരങ്ങളാണ്. ഇപ്പം AI മേഖലയിലും ഇനി മത്സരമുണ്ട്. ഇനി അടുത്തത് ഏത് മേഖലയിലേക്കായിരിക്കും ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരു മത്സരം വരാൻ പോകുന്നത്?